നമസ്കാരം, അമൃതാണ്. ദുരന്തർ ഈ സിനിമയുടെ മാർക്കറ്റിംഗ് ഭയങ്കര ഒരു ദുരന്തരമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഇതിൻ്റെ പ്രൊഡക്ഷൻ, ഇതിൻ്റെ റൈറ്റർ, ഡയറക്ടർ ആൻഡ് പ്രൊഡ്യൂസർ ഒരാളാണ് ആദിത്യധർ. ഈ ഒരൊറ്റ പേര്, അതായത് ഡയറക്ടർ ഓഫ് ഉറി ദ സർജിക്കൽ സ്ട്രൈക്ക്, നമുക്കറിയാം ഒരു സിനിമയുടെ ഒരു മേക്കിംഗ് എന്ന് പറയുന്നത് ഒരു ഇൻ്റർനാഷണൽ സ്കെയിലൊന്നും പറയാൻ പറ്റത്തില്ല. അത് ആദിത്യധറിൻ്റെ ഒരു സിഗ്നേച്ചർ മേക്കിംഗ് ആണ്. ഞാൻ ഇംഗ്ലീഷ് സിനിമകളിൽ പോലും അത്രയും ഒരു ലൈവ്ലി പരിപാടി കണ്ടിട്ടില്ല. അപ്പോൾ എന്തായാലും അദ്ദേഹം എടുക്കുന്ന ഒരു സിനിമ എന്ന് പറയുമ്പോഴത്തേക്ക് മേക്കിംഗ് കൊണ്ട് ഗംഭീരമായിരിക്കും എന്നുള്ളൊരു ഉറപ്പ്, ആ ഒരു വിശ്വാസത്തിലാണ് ഈ സിനിമ കണ്ടത്. ഇതെന്താണ് ഇതിൻ്റെ കോണ്ടന്റ് എന്നുള്ളത് കണ്ടപ്പോഴാണ് ശരിക്കും ഞെട്ടിപ്പോയത്. ഈ സിനിമയിൽ കാണിക്കുന്ന സിറ്റുവേഷൻസ് എല്ലാം നാറ്റ് ജിയോയിൽ ഓൾറെഡി ഒരു ഡോക്യുമെൻ്ററി, അത് വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെ ഒരു ഡോക്യുമെൻ്ററി വന്നതാണ്. വേൾഡ് ട്രേഡ് സെൻറ്റർ തകർത്തതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ പരിണിത ഫലങ്ങളും അതിൻ്റെ മുന്നിൽ സംഭവിച്ച കുറേ കാര്യങ്ങളും ഒക്കെ കാണിച്ചുകൊണ്ട് നാറ്റ് ജിയോയിൽ അങ്ങനെ ഒരു നല്ല ഡോക്യുമെൻ്ററി വന്നിട്ടുണ്ടായിരുന്നു. അത് 2-3 പാർട്ട് കണ്ടായിരുന്നു. ഞാനതെല്ലാം കുത്തിയിരുന്ന് കണ്ട ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സിനിമ ഭയങ്കരമായിട്ട് എനിക്ക് റിലേറ്റ് ചെയ്യാൻ കഴിഞ്ഞു. പിന്നെ ഞാൻ മാർക്കറ്റിംഗ് ഫെയിലായെന്ന് പറയാൻ കാരണം ഇതിൻ്റെ പ്രൊഡക്ഷൻ, ഇതൊരു ഭയങ്കര സ്കെയിലുള്ള സിനിമയാണ്, വലിയ സ്കെയിലിൽ എടുത്തിരിക്കുന്ന സിനിമയാണ്. പ്രത്യേകിച്ച് പ്രൊഡക്ഷൻ പാർട്ട്ണർ ജിയോ ആണ്, ഡിസ്ട്രിബ്യൂഷനൊക്കെ അവർ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവരൊന്നും വിചാരിച്ചിട്ട് ഈ സിനിമയെ മാർക്കറ്റ് ചെയ്യാൻ പറ്റില്ല. ഇത്രയും പൂറായിട്ടുള്ളൊരു മാർക്കറ്റിംഗ്. ഇതിൻ്റെ പേരാണ്, ഈ ദുരന്തർ എന്ന് പേര് കേൾക്കുമ്പോഴത്തേക്ക് പേര് ഇറ്റ് സെൽഫ് ഈസ് ക്രാഷിംഗ് നെയിം എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഈ കോണ്ടന്റുമായിട്ട് ആ ഒരു പേരിന് എത്രത്തോളം കണക്ട് ഉണ്ടെന്ന് എനിക്കൊരു സംശയം തോന്നി. ഇതിനകത്തുള്ള മിഷന്റെ പേരാണ് ദുരന്തർ എന്നാണ് എനിക്ക് കണ്ടപ്പോൾ മനസ്സിലായത്. അതിന് റിയലായിട്ടും ഈ മിഷൻ ഇങ്ങനെയാണോ പേരെന്ന് എനിക്കറിയത്തില്ല. പിന്നെ നിരാശയെന്ന് പറഞ്ഞാൽ ഒരൊറ്റ തിയേറ്ററാണ് ഈ സിനിമ കിട്ടിയത്. ഞാൻ കുറച്ചും കൂടെ നല്ല ഡോൾബി അറ്റ്മോസ് സൗണ്ടൊക്കെ ഉള്ളൊരു തിയേറ്ററിൽ തന്നെ അത് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സിനിമയാണ്. അങ്ങനെ തന്നെ കാണണമെന്ന് ആഗ്രഹിച്ചാണ്, പക്ഷേ നടന്നില്ല. 7.1 അത് ഈ PVRലുള്ള വലിയ ഗംഭീര സ്ക്രീൻസ് എന്നൊക്കെ പറയുന്നത് ഐമാക്സ് ആയിരുന്നാലും അവിടത്തേക്ക് സൗണ്ട് വളരെ പൂറായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അതിനേക്കാൾ ഗംഭീരമായിട്ടുള്ള അറ്റ്മോസ്, ടോപ്പിലുള്ള സെറ്റ് ഓഫ് RI സ്പീക്കേഴ്സൊക്കെ ഉള്ള, അതായത് റിയൽ അറ്റ്മോസ് എന്ന് പറയുന്നത് അതാണ്. അതായത് 360 ഡിഗ്രിയിൽ, അതായത് സ്പേഷ്യൽ ഓഡിയോ എന്നൊക്കെ പറയുന്നതാണ്, കംപ്ലീറ്റ് സ്പീക്കേഴ്സ് സറൗണ്ട് ചെയ്താൽ മാത്രമേ അറ്റ്മോസ് എന്ന് പറയുന്ന സൗണ്ട് എഫക്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള നല്ല സ്ക്രീൻസ് ലോക്കലി തന്നെ അത്ര നല്ല ഗംഭീരമായിട്ടുള്ള സ്ക്രീൻസ് ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് PVR എനിക്ക് വലിയ സംഭവമായിട്ടൊന്നും തോന്നിയിട്ടില്ല. പിന്നെ ഒരു ചെറിയ സ്ക്രീനിലാണ് കാണാൻ പറ്റിയത്. ഒരു 2K സ്ക്രീൻ കണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു. ഒരു 4K സ്ക്രീനിൽ പോലും ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. അതും ഭയങ്കര നിരാശ ഉണ്ടാക്കി. പിന്നൊരു നിരാശ തോന്നിയെന്ന് പറഞ്ഞാൽ ആറ്റിങ്ങൽ ഡ്രീംസ് തിയേറ്ററൊക്കെ ഉണ്ട്. നല്ല ഗംഭീര ഡ്രീംസ് ആയിരുന്നാലും ഗംഗ ആയിരുന്നാലും അറ്റ്മോസായിട്ട് അപ്ഗ്രേഡ് ചെയ്ത തിയേറ്ററാണ്. അപ്പോൾ അങ്ങനെയുള്ള നല്ല സ്ക്രീൻസ് ഒന്നും എന്തുകൊണ്ട് ഈ സിനിമ എടുത്തില്ല എന്നുള്ളൊരു നിരാശയും ഫീൽ ചെയ്തു. ഇനി അത്തരത്തിലുള്ള ഏതെങ്കിലും സ്ക്രീനിൽ ഈ സിനിമ വരികയാണെങ്കിൽ ഞാൻ ഒന്നും കൂടെ കാണും. ഒന്നും കൂടെ അല്ലല്ലോ, ഇപ്പോൾ 2 തവണ കണ്ടെന്നിരിക്കും. അത്ര ടൈം 3.5 മണിക്കൂറോളം ഉണ്ട് സിനിമ. അദ്ദേഹത്തിൻ്റെ സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫാസ്റ്റായിട്ടാണ് പോണത്. പിന്നെ ചാപ്റ്റേഴ്സ് വൈസ് അറിയാമല്ലോ, യുറിയിൽ കണ്ട കണക്ക് തന്നെ വളരെ ഓരോരോ ചാപ്റ്ററായിട്ടാണ് കാണിക്കുന്നത്. പിന്നെ ഗംഭീര സ്റ്റാർ കാസ്റ്റാണ്. മാധവൻ്റെയൊക്കെ ഒരു ഔട്ട്ഫിറ്റ് കണ്ട് ഞാൻ ശരിക്കും ഞെട്ടി. കുറച്ച് നേരത്തേക്ക് മാധവനാണെന്ന് മനസ്സിലായി, കാരണം സൗണ്ട് കേൾക്കുമ്പോൾ അറിയാം. പക്ഷെ എങ്കിലും ഇത്ര സൂപ്പർ. അജിത് ഡോവലുമായിട്ട് ഭയങ്കര റിസംബ്ലൻസ് വരുന്ന രീതിയിൽ ആ മുഖത്ത് അവർ എന്തൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ രൺവീർ സിംഗിൻ്റെ പെർഫോമൻസ്, ഓരോരുത്തരുടെയും പെർഫോമൻസ്, രൺവീർ സിംഗ് ആയിരുന്നാലും സഞ്ജയ് ദത്ത്, പിന്നെ അക്ഷയ് ഖന്ന നമുക്കറിയാം പഴയ ചോക്ലേറ്റ് ബോയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ, ചാവയിലും ഒക്കെ എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് ആയിരുന്നു. ഈ സിനിമയ്ക്കകത്ത് അദ്ദേഹം ഒരു പടിയും കൂടെ മുകളിലോട്ട് ചവിട്ടിയെന്ന് എനിക്ക് തോന്നുന്നു. അത്ര ഗംഭീരമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ്. അപ്പോൾ അങ്ങനെ സ്റ്റാർ കാസ്റ്റിൻ്റെ ഒരു ചാകരയാണ് ഈ സിനിമ എന്ന് പറയുന്നത്. അർജുൻ രാംപാൽ, അതുപോലെ എക്സ്ട്രീം വയലൻസ് ആണ്, പക്ഷെ അതൊക്കെ സിനിമ ഡിമാൻഡ് ചെയ്യുന്ന വയലൻസ് ആണ്. പിന്നെ സിനിമയുടെ കോണ്ടന്റ് മനസ്സിലാക്കാതെ പക്ഷേ ട്രെയിലർ കണ്ടിട്ട് പോകുന്നവർക്ക് സിനിമയെക്കുറിച്ച് ഒരു ഐഡിയ കിട്ടും. നമ്മുടെ രാജ്യത്തിൻ്റെ പട്ടാളക്കാരുടെ സേവനം എന്ന് പറഞ്ഞാൽ, ഞാനൊരു പട്ടാളക്കാരൻ്റെ മകനായതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഫയർ എന്താണെന്നുള്ളത് ഞങ്ങളൊക്കെ കുട്ടിക്കാലം മുതൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പട്ടാളക്കാരുടെ ജീവിതം നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് കുറച്ചും കൂടെ ദുരന്തം പിടിച്ചൊരു ജീവിതമാണ് ഈ സ്പൈ വർക്ക് ചെയ്യുന്ന ആളുകളുടെ ലൈഫ് എന്ന് പറയുന്നത്. അതായത് ഈ ഫസ്റ്റ് സീരീസ് നടക്കുന്ന പാകിസ്ഥാനിൽ, എൻറ്റയർ സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്ന പാകിസ്ഥാനെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ, എന്തായാലും പാകിസ്ഥാനിൽ ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല, ഇന്ത്യയിൽ തന്നെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേങ്കിലും അവർ ഇട്ടിരിക്കുന്ന സെറ്റുകൾ ഗംഭീരമായിട്ടുണ്ട്. അതിൻ്റെ ടെക്നീഷ്യൻസ് എന്ന് പറയുന്നത് ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ്, ഒരു ലിസ്റ്റ് തന്നെ ഉണ്ട്. എൻ്റെ അമ്മ മലയാളി സാന്നിധ്യം ഇല്ല, മലയാളികളില്ല, എല്ലാം നോർത്ത് ഇന്ത്യൻസ് തന്നെ. അതുപോലെ സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റും മലയാളികൾ ആരുമില്ല. പിന്നെ കുറേ ഫോറിനേഴ്സൊക്കെ ഉണ്ട് ഇതിൻ്റെ സ്റ്റൺസിൽ. അതുപോലെ സെറ്റ് ഡെക്കറേറ്റേഴ്സ് അക്ഷയ് ജോഷി, സിൽക്കി കുമാരി, ആർട്ട് ഡയറക്ടേഴ്സ് യോഗേഷ് ബൻസോദെ, ചൗധരി നിലേഷ്, നീരജ് കുമാർ സിംഗ്. എന്തായാലും ഗംഭീര ആർട്ട് ഡയറക്ഷൻ,
അതുപോലെ കാസ്റ്റിംഗ് ഡയറക്ടർ എഡിറ്റർ ശിവകുമാർ പണിക്കർ, അദ്ദേഹം ഒരു മലയാളിയാണ്. വികാസ് നൗലാഖ സിനിമാറ്റോഗ്രാഫർ. സോ സിനിമ പാകിസ്ഥാനിൽ നടക്കുന്നതായിട്ട് തന്നെ നമുക്ക് തോന്നുന്ന രീതിയിൽ അത്രയ്ക്ക് ഗംഭീരമായിട്ടാണ് ഇവർ ഓരോ സെറ്റും. എൻറ്റയർ സിനിമ പാകിസ്ഥാനിൽ സംഭവിക്കുന്ന സംഭവവികാസങ്ങളാണ്. അപ്പോൾ അതിലെവിടെ പോലും നമ്മൾ പാകിസ്ഥാനിൻ്റെ ഒരു ലേ ഔട്ടൊന്നും അങ്ങനെ കണ്ടിട്ടുള്ള ഒരാളല്ലെങ്കിൽ പോലും ഇത് കണ്ടാൽ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന കളർ ടോണൊക്കെ വെച്ചിട്ടായിരുന്നാലും നമുക്ക് റിയൽ അവരുടെ കോസ്റ്റ്യൂം ആയിരുന്നാലും എല്ലാം നമുക്ക് പാകിസ്ഥാനായിട്ട് അങ്ങ് റിലേറ്റ് ചെയ്യും. ഒരു അപാകതയും തോന്നത്തില്ല. എവിടെയെങ്കിലുമൊക്കെ നമുക്ക് ഒന്ന് രണ്ട് ഇന്ത്യൻസിനെയൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതൊന്നും മനസ്സിലാകാത്ത രീതിയിലാണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത്. ഡോക്യുമെൻ്ററി കൈൻഡ് ഓഫ് സ്റ്റോറി ടെല്ലിംഗ് ആണ്. പക്ഷേ അതിനിടയിൽ കുറച്ച് സിനിമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ സിനിമ കൊണ്ടുപോയിട്ടുണ്ട്. ചെറിയൊരു ലവ് ട്രാക്കൊക്കെ കൊണ്ടുവരുന്നത്. പക്ഷേ അതൊന്നും എനിക്ക് അത്രത്തോളം വർക്കായില്ല. കാരണം ഈ സിനിമ ഡിമാൻഡ് ചെയ്യുന്ന ഒരു സാധനമുണ്ട്, ആ ഒരു സംഭവമുണ്ട്. ഒരു ഭയങ്കര സംഭവമാണ്, ഒരു ഗംഭീര മിഷനുമാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ വളരെ ചെറിയ രീതിയിലൊരു ലവ് ട്രാക്ക്, ഒരു സിനിമാറ്റിക് ഫീൽ കിട്ടാൻ വേണ്ടി ഒരു ലവ് ട്രാക്ക് പിടിച്ച കണക്കാണ് അത് തോന്നിയത്. അതൊഴിച്ചു മാറ്റി കഴിഞ്ഞാൽ സിനിമ നല്ല ഗംഭീരമായിരുന്നു. എന്ന് വെച്ചാൽ അത് മോശമെന്നല്ല, അതങ്ങോട്ട് ഈ ഒരു സംഭവത്തിനകത്തോട്ട് ബ്ലെൻഡ് ചെയ്തപ്പോഴത്തേക്ക് അതിൻ്റെ ആ ഒരു സീരിയസ്നെസ്സും അതിൻ്റെ ഒരു പവറൊക്കെ എവിടേക്കോ ഒന്ന് ചെറുതായിട്ടൊന്ന് കുറയുന്ന കണക്ക് ഫീൽ ചെയ്തു. പിന്നെ എല്ലാവരും മനുഷ്യരാണല്ലോ, അപ്പോൾ അതിൻ്റെ മാനുഷികമായിട്ടുള്ള വികാരങ്ങളെയും കൂടെ ബ്ലെൻഡ് ചെയ്തതായിരിക്കാം. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും മ്യൂസിക് പാട്ടുകളൊക്കെ നല്ല രസമാണ്. അതായത് പാകിസ്ഥാനിൽ നടക്കുന്ന സംഭവങ്ങൾക്ക് ആ ഒരു സ്റ്റൈലിൽ ആ ഒരു കൾച്ചറൽ സംഭവത്തിനെ പിടിച്ചുകൊണ്ടാണ് മ്യൂസിക്കൊക്കെ ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ റാപ്പൊക്കെ ഉണ്ട് അതിനകത്ത്, നമ്മുടെ ഹനുമാൻ കൈൻഡിൻ്റെ സംഭവമൊക്കെ ഉണ്ട്. അതൊക്കെ കിടുവാണ്. അതൊക്കെ നല്ലൊരു തിയേറ്ററിൽ തന്നെ അത് എക്സ്പീരിയൻസ് ചെയ്താലേ അതിൻ്റെ ആ ഒരു കംപ്ലീറ്റ് സാധനം കിട്ടത്തുള്ളൂ, ഒരു എനർജി കിട്ടത്തുള്ളൂ. അതെനിക്ക് എവിടെയൊക്കെ മിസ് ചെയ്തു. പിന്നെ എടുത്തു പറയേണ്ടത് സ്റ്റൺസിൻ്റെ കോറിയോഗ്രാഫി എല്ലാം നല്ല റോ പരിപാടിയാണ്. സോ ബ്ലഡ് ഷെഡിൻ്റെ കളിയാണ് അത്. പിന്നെ ഇങ്ങനെയുള്ള സാധനത്തിനകത്ത് ബ്ലഡ് ഷെഡും അതിൻ്റെ ആ റിയാലിറ്റി, ആ ഒരു റോനെസ് കൊണ്ടുവരാൻ വേണ്ടി അവർ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. അതൊക്കെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ കടിച്ചു പിടിച്ചിരിക്കേണ്ട ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പാകിസ്ഥാനിൽ നടക്കുന്ന അവിടുത്തെ പൊളിറ്റിക്സ്, ഇന്റേണൽ പൊളിറ്റിക്സ്, സിവിൽ ഇഷ്യൂസ്, ഇതെല്ലാം സിനിമ ഡിസ്കസ് ചെയ്ത് പോണത്. പക്ഷെ അതിനിടയിൽ അവർ ഇന്ത്യ ഒന്ന് ബ്ലീഡ് ചെയ്യാൻ കിട്ടുന്ന അവസരത്തിൽ അവരുടെ ഒരു യൂണിറ്റി കാണിക്കും. അതൊക്കെ പല തരത്തിലേക്ക് അടിയും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും കൊന്നും കൊല വിളിച്ച് നടക്കുന്ന ടീമുകളാണെങ്കിൽ പോലും ഇടയ്ക്ക് വെച്ച് ഒളിച്ചും പാത്തുവാണെങ്കിൽ നമ്മുടെ രാജ്യത്ത് കയറി പണിയുമ്പോഴത്തേക്കും അവരുടെ ഒരു യൂണിറ്റി സിനിമയ്ക്കകത്ത് കാണിക്കും. ആ ഒരു യൂണിറ്റി, അവരുടെ ഒരു സെലിബ്രേഷനൊക്കെ കണ്ടുകൊണ്ട് ഒരു സ്പൈ ആയിട്ട് അതിൻ്റെ കൂടെ നിൽക്കേണ്ടി വരുന്ന ഒരു പട്ടാളക്കാരൻ്റെ അവസ്ഥ അത് നല്ല ഗംഭീരമാണ്. നല്ല പവർഫുള്ളായിട്ട് രൺവീർ സിംഗ് ആ ക്യാരക്ടറിൽ കൊണ്ടുവന്നിട്ടുണ്ട്. വല്ലാത്തൊരു ഫീലാണത്. നിങ്ങൾ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്താലേ ഇത് മനസ്സിലാവത്തുള്ളൂ. സോ അങ്ങനെ എല്ലാ ആക്ടേഴ്സിൻ്റെയും ഗംഭീരമായിട്ടുള്ള പ്രകടനങ്ങളാണ് ഈ സിനിമ എന്ന് പറയുന്നത്. പിന്നെ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ ടോപ്പ് നോച്ച്. ഇതിനപ്പുറത്തോട്ടൊരു സിനിമ ഇനി വരണമെന്നുണ്ടെങ്കിൽ, അത് മേക്കിംഗ് കൊണ്ടാണ് ഞാൻ പറയുന്നത്, അത് ഇതിനപ്പുറത്തോട്ടൊരു സാധനം, ഇതുപോലത്തെ ഒരു സാധനം പിടിക്കണമെന്നുണ്ടെങ്കിൽ അത് ഇദ്ദേഹത്തിനെ കൊണ്ട് മാത്രമേ സാധിക്കത്തുള്ളൂ. അദ്ദേഹത്തിൻ്റെ പേരിടയ്ക്കിടയ്ക്ക് വിട്ടു. ആദിത്യധാർ, വൺ ആൻഡ് ഓൺലി ആദിത്യധാർ. സോ ഈ സിനിമയ്ക്കകത്ത് പറഞ്ഞു വയ്ക്കുന്ന കോണ്ടന്റ് അത് നമ്മൾ ശരിക്കും ഇന്ത്യൻസ് അറിഞ്ഞിരിക്കേണ്ടതാണ്. നമ്മളൊക്കെ ഇങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കുമ്പോഴും അതിൻ്റെ പിന്നിൽ വളരെ സ്ട്രഗ്ലിംഗ് ആയിട്ട് ജീവിതം പോലും വേണ്ടാന്ന് വെച്ച് രാജ്യത്തെ സംരക്ഷിക്കുന്ന ഒരു കൂട്ടം പട്ടാളക്കാരുടെ ഒരു എഫേർട്ട്, അതിനു മുന്നിലൊരു ബോ. സോ സിനിമ എനിക്ക് 100% വർക്കായതുകൊണ്ട് തന്നെ ഞാൻ ഔട്ട് ഓഫ് 10 തന്നെ റേറ്റ് ചെയ്യുന്നു. അപ്പോൾ എന്തായാലും മറ്റൊരു സിനിമ വിശേഷമായിട്ടോ അല്ലെങ്കിൽ ഒരു ബ്ലിസ്ഫുൾ സ്റ്റോറി ആയിട്ടോ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ സപ്പോർട്ടിങ്.